നമുക്കൊരു കപ്പ് കേക്ക് ഉണ്ടാക്കിയല്ലോ. സോ കപ്പ് കേക്കിനായിട്ട് ഒരു ബൗളിൽ കുറച്ച് ബട്ടറും ഷുഗറും ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബീറ്റർ ഇല്ല എന്നാണെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തും ഷുഗറിന് മിക്സിയിലടിച്ച് പൗഡറായിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ അത് ആഡ് ചെയ്താൽ മതി. സോ ഡ്രൈയിൽ നമ്മൾ മൈദ, വാനില എസൻസ്, കുറച്ച് ബേക്കിംഗ് പൗഡർ, കുറച്ച് സോൾട്ടും പിന്നെ ഒരു എഗ്ഗുമാണ്. പിന്നെ നമുക്ക് ബീറ്റർ ഇല്ലാത്തവർ ഷുഗർ പൗഡറും ബട്ടറും മെൽറ്റ് ചെയ്തതും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുറച്ചായിട്ട് പാലൊഴിച്ചൊഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു എന്താ പറയുക, ദോശയുടെ മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിൽ ആ ഒരു കൺസിസ്റ്റൻസിൽ കൊണ്ടുവരണം. സോ ബീറ്റർ ഉള്ളവർ ബീറ്റർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിനൊരു കേക്ക് ട്രേ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് കപ്പ് കേക്കിൻ്റെ ഒരു പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ ഒരു കൺസിസ്റ്റൻറ്റിലാണ് നമുക്ക് മാവ് വരേണ്ടത്. അതിന് ഓരോ സ്കൂപ്പായിട്ട് എടുത്ത് എല്ലാ കപ്പ് കേക്കിലും ഫില്ല് ചെയ്യാം. ആൻഡ് ഇതിൽ ചോക്കോസ് വേണമെന്നൊരു നോട്ട് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിലോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് 2 എണ്ണത്തിൽ ചോക്കോസും ഇട്ടായിരുന്നു. മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്താൽ നന്നായിട്ട് വരും. ഞാൻ മെഷർമെൻറ്റും എത്ര ടെമ്പറേച്ചറാണ് പ്രീ ഹീറ്റിങ്ങും ബേക്കിങ്ങും ഒക്കെ ഞാൻ പിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെക്ക് ചെയ്താൽ മതി അത്. പിന്നെ ഇതിനെ നമ്മൾ നന്നായിട്ട് എന്താ പറയുക, പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 18 to 22 മിനിറ്റ്സ് ആ ഒരു സെറ്റിങ്ങിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ പ്രീ ഹീറ്റ് ഏത് ടെമ്പറേച്ചർ യൂസ് ചെയ്യണോ സെയിം ടെമ്പറേച്ചർ തന്നെയാണ് ബേക്കിങ്ങിന് യൂസ് ചെയ്യുക. പലരും കുറച്ച് നേരത്തെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് കൂട്ടും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ട് നമ്മൾ അതേ ടെമ്പറേച്ചറിൽ വയ്ക്കുക. 180 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നതും അതേ ഡിഗ്രി സെൽഷ്യസിലാണ് 18 to 22 മിനിറ്റ്സിൽ ബേക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റും ടെമ്പറേച്ചറും ഒക്കെ ഞാൻ പിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയാൽ മതി. കറക്റ്റായി ചെയ്താൽ കറക്റ്റായിട്ട് വരും. അതിനുശേഷം കണ്ടില്ല എന്ത് നല്ല രസമായിട്ട് വന്നിരിക്കുക. നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ വെച്ചിട്ട് അതിനൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബേക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ബേക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി 5 മിനിറ്റ്സ് വയ്ക്കും. ഇപ്പം ഓവൻ അനുസരിച്ച് ചിലപ്പോൾ ടൈമിങ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡിഫറെൻ്റ് ആകും. പിന്നെ ഓവൻ മാത്രം നമ്മൾ ഏത് ട്രേയിൽ വയ്ക്കുന്നു അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ മിഡിൽ ട്രേയിലാണ് വെച്ചത്. അപ്പം ചിലർ മുകളിലാണ് വെക്കുന്നതെങ്കിൽ അതും നമ്മൾ നോക്കേണ്ടതാണ്. അതും ഈ ബേക്കിങ്ങിൽ കുറച്ച് ഡിഫറൻസ് വരുത്തുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഈ കുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വയ്യ. അപ്പോൾ ഡെഫിനറ്റ്ലി ചോക്കോസാണ് അപ്പോൾ എടുത്തത്. ബാക്കിയൊക്കെ ഞാൻ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് നാളെ സ്നാക്സിനൊക്കെ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് നമ്മൾ അപ്പം തന്നെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് എടുത്തത്. കണ്ടില്ല എന്ത് നല്ല സോഫ്റ്റായിട്ട്, നല്ല നല്ലൊരു പഞ്ഞിയുടെ ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ, അതുപോലെ വന്നു. ആൻഡ് കഴിക്കുമ്പോഴും ടേസ്റ്റ് അതേപോലെ ഉണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു. കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റായിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ thanks for watching. Bye bye.